കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ ഫാമിലി വലിയൊരു സങ്കടത്തിലൂടെ കടന്നു പോകായിരുന്നു. എൻ്റെ അനിയൻ്റെ 9 വയസ്സുള്ള കുട്ടി പനിയായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ്. കഴിഞ്ഞൊരു മുമ്പത്തെ ബുധനാഴ്ചയാണ് അഡ്മിറ്റ് ചെയ്തത്. ICUയിലേക്ക് മാറ്റേണ്ടി വന്നു. അവന് ബ്രെയിനിൽ ഫീവർ വന്ന് പെട്ടെന്ന് കൊളാപ്സ്ഡായി. അവൻ കോമയിലേക്ക് പോവാണ്. അവൻ്റെ ഹാർട്ട് ബീറ്റും വൈറ്റൽസൊക്കെ നോർമലാണ്, പക്ഷെ അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നീട് 5 ദിവസമാണ് ഞങ്ങളിങ്ങനെ തീ തിന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കുർബാന കഴിഞ്ഞ് ഞാൻ മുറിയിൽ വരുമ്പോൾ എൻ്റെ അനിയൻ്റെ മിസ് കോള്. ഓരോ കോള് വരുമ്പോൾ ഇങ്ങനെ നെഞ്ചിടിക്കേ. ഇപ്പം തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവിടെ നിന്ന് അവൻ പറഞ്ഞു, അച്ഛാ മോൻ കണ്ണു തുറന്ന് ഡാഡി എന്ന് വിളിച്ചു. പിന്നെ ഫോണിൻ്റെ 2 തലക്കിലും കരച്ചിലാണ്. ഡാഡി എന്ന് വിളിച്ചു. അവൻ്റെ മോൻ അവനെ എത്രയോ തവണ ഡാഡി എന്ന് വിളിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത്ര സ്വീറ്റ്നെസ്സോടുകൂടി, ഇത്ര റിലീഫോടുകൂടി ആ പേരവൻ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കാരണം ആ ഡാഡി എന്നുള്ള വിളിയിൽ ഓർമ്മയുണ്ട്, തിരിച്ചറിവുണ്ട്, കണക്ഷനുണ്ട്. മകൻ ഫുള്ളായിട്ട് തിരിച്ചു വരാണ് ആ ഒരു വിളിയിൽ. നമ്മൾ മനുഷ്യർ എത്രമേൽ സന്തോഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യർ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ, ഡാഡി എന്ന് വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡെസ്പറേറ്റായിട്ട് വിളിക്കുമ്പോൾ എത്രമാത്രം റിലീഫാണ് ദൈവത്തിനുണ്ടാകുന്നത്, എത്രമാത്രം ഹാപ്പിനെസ്സാണ്, എത്രമാത്രം സ്വീറ്റ്നെസ്സോടുകൂടിയാണ് ദൈവം ആ വിളി കേൾക്കുന്നത്. ഇൻ ദ ഗോസ്പലിൽ ശിഷ്യന്മാർ ഈശോയോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു പറയുമ്പോൾ ഈശോ പറയും, നിങ്ങൾ ദൈവത്തെ ഡാഡി എന്ന് വിളിക്കുക. റിലേഷൻഷിപ്പ് ബിക്കംസ് പ്രെയർ. ഡാഡി എന്നുള്ള വിളി മാത്രം മതിയെന്നേ, പിന്നീട് നമ്മൾ ഒരു ആവശ്യം പറയണ്ട, അതിലെല്ലാം ഉണ്ട്.